നമസ്കാരം. കേരളത്തെ നടുക്കിയ കൂടത്തായ് കൊലപാതക പരമ്പരയിലെ മുഖ്യപ്രതി ജോളി ജോസഫ് പുതിയ മേക്ക് ഓവറിൽ. പരമ്പരാഗത വസ്ത്രധാരണ രീതികളിൽ നിന്നും മാറി ജീൻസും ടോപ്പും അണിഞ്ഞ് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ജോളി പോലീസുകാർക്കൊപ്പം എത്തിയത്. ജോളിയുടെ ഈ അപ്രതീക്ഷിത രൂപമാറ്റം കാണാൻ ചുറ്റും ആളുകൾ കൂടിയതോടെ പോലീസ് ഇവരെ വേഗത്തിൽ കോടതിക്കകത്തേക്ക് മാറ്റി. ആളുകൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ജോളി ഒട്ടും ഭയമില്ലാതെ കൂടെയുള്ള പോലീസുകാരോട് തമാശ പറയുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കയ്യിൽ സ്പൈറൽ ബൈൻഡ് ചെയ്ത ഒരു കെട്ട് പേപ്പറുകളും സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് സബ് ജയിലിൽ വിചാരണ തടവുകാരിയായി കഴിയുന്ന ജോളിയെ ബിരുദ പരീക്ഷ എഴുതുന്നതിനായി പ്രത്യേക സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റിയത്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററി 2ാം വർഷ വിദ്യാർത്ഥിനിയാണ് ജോളി. ഇപ്പോൾ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്ന ഇവർ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടയിലാണ് ഉപരിപഠനത്തിന് തുടക്കമിട്ടത്. 2002 മുതൽ 2016 വരെയുള്ള കാലയളവിൽ കൂടത്തായിലെ സ്വന്തം കുടുംബത്തിലെ 6 പേരെ സൈനൈഡ് നൽകി കൊലപ്പെടുത്തിയ കേസിൽ 2019 ഒക്ടോബർ 5-നാണ് ജോളി അറസ്റ്റിലാകുന്നത്. NIT പ്രൊഫസറാണെന്ന് വ്യാജമായി ചമഞ്ഞായിരുന്നു ഇവർ തങ്ങളുടെ കുടുംബത്തെ ഉൾപ്പെടെ പറ്റിച്ചിരുന്നത്. ഇതിനിടയിലാണ് ഇവർ ക്രൂരമായ കൊലപാതക പരമ്പരകളും നടത്തിയത്. ഈ സംഭവങ്ങൾ കേരളീയ പൊതുസമൂഹത്തെ ആകെ വലിയ ഞെട്ടിലേക്ക് തള്ളിവിട്ടിരുന്നു. നിലവിൽ ചരിത്രത്തിൽ ബിരുദം നേടാനുള്ള കഠിന പ്രയത്നത്തിലാണ് ജോളി. ആകെ 8 പേപ്പറുകളിൽ ഇനി ഒരൊറ്റ പരീക്ഷ മാത്രമാണ് ഇവർക്ക് ബാക്കിയുള്ളത്. അവസാന പേപ്പറിലും ഉയർന്ന മാർക്ക് വാങ്ങി വിജയിക്കാൻ ജയിലിൽ കഠിനമായി പരിശ്രമിക്കുകയാണ്. 1ാം വർഷ പരീക്ഷയിൽ എല്ലാ പേപ്പറും ജോളി വിജയിച്ചിരുന്നു. സെൻട്രൽ ജയിലിലെ മറ്റൊരു തടവുകാരനും ഇതോടൊപ്പം BA ഹിസ്റ്ററി പരീക്ഷ എഴുതുന്നുണ്ട്. കൂടാതെ 35 തടവുകാർ തുല്യതാ പരീക്ഷയും എഴുതുന്നുണ്ട്. ജയിലിലെ ഉയർന്ന പഠന യോഗ്യതയുള്ളവരാണ് മറ്റ് തടവുകാർക്ക് ക്ലാസ് എടുക്കുന്നത്. കൂടുതൽ തടവുകാർ പഠനത്തിന് തയ്യാറാകുന്നുണ്ടെന്നാണ് വിവരം. ഇപ്പോൾ നടക്കുന്ന പരീക്ഷകൾ കഴിഞ്ഞാൽ SN ഓപ്പൺ സർവകലാശാലയുടെ BA, BBA, MCOM, LLB പരീക്ഷകൾക്കും തടവുകാർ തയ്യാറെടുക്കുന്നുണ്ട്. തടവ് ശിക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്ന പരിവർത്തനത്തിന് വിദ്യാഭ്യാസം അത്യാവശ്യമാണെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് കൂടുതൽ അന്തേവാസികൾ ഉപരിപഠനത്തിലേക്ക് തിരിഞ്ഞത്. പരീക്ഷ അവസാനിക്കുന്നതുവരെ ജോളി കണ്ണൂർ വനിതാ ജയിലിൽ തുടരും. ജയിലിൽ കഴിയുന്നതിനിടെ വിഷാദരോഗ ലക്ഷണങ്ങൾ കാണിച്ചതിനെ തുടർന്ന് ഇവർക്ക് കൗൺസിലിംഗ് നൽകി വരുന്നുണ്ട്. അതേസമയം ജയിലുകളിൽ തടവുകാർക്ക് പഠിക്കാനായി സൗജന്യ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. തടവുകാർക്ക് വിദ്യാർത്ഥിയാകാൻ ₹1 പോലും ആവശ്യമില്ല. പഠിക്കാനുള്ള സന്നദ്ധത മാത്രം മതി. അധ്യാപകരും പുസ്തകങ്ങളും പൂർണ്ണമായി സൗജന്യമായി നൽകും. ബിരുദാനന്തര ബിരുദം ചെയ്യുന്നവർക്ക് അസൈൻമെൻറ്റുകൾ തയ്യാറാക്കാൻ പ്രത്യേക സൗകര്യവുമുണ്ട്. നിശ്ചിത സമയങ്ങളിൽ ജയിൽ വാർഡന്മാരുടെ സാന്നിധ്യത്തിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാനും പഠനാവശ്യങ്ങൾക്ക് സഹായം തേടാനും സൗകര്യമുണ്ട്. സൂപ്രണ്ട് K. വേണു, വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 1 K. രാജേഷ് കുമാർ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ടീച്ചർ M. രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ജയിലിലെ പരീക്ഷാ നടത്തിപ്പുകൾ പുരോഗമിക്കുന്നത്. അതേസമയം ജോളി ഉൾപ്പെട്ട റോയി വധക്കേസിലെ വിചാരണ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഈ കേസിൽ 130-ലേറെ സാക്ഷികളെയാണ് ഇതിനോടകം വിസ്തരിച്ചു കഴിഞ്ഞത്. ജോളി പ്രതിയായ കേസുകളിൽ ആദ്യം വിധി പറയുക റോയി വധക്കേസിലായിരിക്കും. 2011 സെപ്റ്റംബറിലാണ് ജോളി തന്റെ ആദ്യ ഭർത്താവായ റോയി തോമസിനെ കൊലപ്പെടുത്തിയെന്ന കേസ്.